യൂട്ടോ ഹോം സൊല്യൂഷൻസ് അങ്ങനെ 4 സെന്റിൽ പണി കഴിപ്പിച്ചുള്ള 2 ബെഡ്റൂമോട് കൂടിയ മനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. നേരെ നമുക്ക് വീടിന്റെ വിശേഷങ്ങളോട് പോകാം. നമുക്ക് നേരെ വീടിന്റെ വിശേഷങ്ങളിലോട്ട് പോകാം. നമ്മൾ യൂട്ടോ ഹോം സൊല്യൂഷൻ്റെ പല വീഡിയോയിലും വൈറ്റ്, ഗ്രേ, ഓറഞ്ച് ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മാംഗോ ഷെയ്ഡൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ വെറൈറ്റി പെയിൻറ്റിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാളിലും അങ്ങനെ 3 കളറോളം നമ്മൾ ഫ്രണ്ട് വ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ തൂക്കുസ്ലാവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൈൽ ഇട്ടിട്ടില്ല. കാരണം വെച്ചാൽ അവർ സോപാനം ചെയ്യുന്നുണ്ട്. പാലുകാച്ചി കഴിഞ്ഞിട്ടൊരു സോപാനത്തിൻ്റെ ഒരു വെറൈറ്റി ഡിസൈൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അവന് പിന്നീട് കാണിക്കുക ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കാരണം ടൈൽ ഇട്ടില്ല, ഇപ്പം മാറ്റാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ജനലും ഇവിടെ 3 വളരെ ജനൽ കൊടുത്തിട്ടുണ്ട്, മേളിലും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫുള്ള് വുഡിൻ്റെ ആണ്. പിന്നെ ജനലും അതും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നേരെ അകത്തോട്ട് പോകാം. എന്നാൽ നമുക്ക് വീടിൻ്റെ സിറ്റോട് നമ്മൾ ടൈൽ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നീട് എടുത്തുള്ളൂ. പിന്നെ നമ്മുടെ സിറ്റോടിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഞ്ച് പാളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്, ഒറ്റപ്പാളി ജനലാണ്. പിന്നെ നമ്മുടെ ഒരു ചെറിയ വർക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആങ്കർ ശിവയുടെ ബ്ലാക്ക് കളർ സ്വിച്ചസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിറ്റൗട്ടിൽ നമ്മൾ ഫാൻ്റെ പോയിന്റ് അതുപോലെ തന്നെ 6 വാട്ട്സിൻ്റെ 2 ടൈപ്പ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ കസ്റ്റമറിൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഡിസൈനുള്ള ഡോറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ പൂവരശിലാണ് ചെയ്തിരിക്കുന്നത്. ശീലാഞ്ചി, ചില സ്ഥലത്ത് ശീലാഞ്ചി എന്നാണ് പറയുന്നത്, അതിലാണ് ചെയ്തിരിക്കുന്നത്. മുക്കാലും കാലുമായിട്ടാണ് നമ്മൾ ഈ ഡോറ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നെ ഹാളിലോട്ട് നേരെ വരുമ്പോഴത്തേക്ക് നമ്മൾ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ്, വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം കളർ നമ്മൾ പെയിൻറ്റ് കളർ ചെയ്തിട്ടുണ്ട്. ഇത് പുട്ടിയിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഹാളെല്ലാം. പിന്നെ നമ്മളിവിടെ ഒരു 3 വാലയുടെ ജനൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു നമ്മുടെ ലിക്വിഡ് വാൾപേപ്പറിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള സിമ്പിൾ ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടിവിയുടെ പോയിന്റ്, കേബിളിൻ്റെ പോയിന്റ് എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു TV നമ്മൾ കാളിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ താഴെ ഒരു ബെഡ്റൂമും മേളിലൊരു ബെഡ്റൂമാണ് ഉള്ളത്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് 12x11 സൈസ്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ബെഡ്റൂമിൻ്റെ. ഇതിനകത്തൊരു 3 വാലയുടെ ഒരു ജനലും ഒരു 2 വാലയുടെ ജനലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂമിനകത്ത് നമ്മൾ 4 ലൈറ്റ് പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ റൂമിനകത്തൊക്കെ അത്യാവശ്യത്തെ വെള്ളത്തിന് വേണ്ടി അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളും നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട്. പിന്നെ ജനൽപ്പാളയെല്ലാം നമ്മൾ പൂവരശ്, പിന്നെ അതുപോലെ തന്നെ തടി, പിന്നെ കട്ടള ഫ്രെയിം വരുന്നത് ആഞ്ഞിലിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര എക്കോ കാണുമായിരിക്കും. നമ്മുടെ പുതിയ വീടാണ്. നമ്മൾ പാലുകാച്ചിന് ഒരാഴ്ചയ്ക്ക് മുമ്പോടെ നമ്മൾ ഇവിടുത്തെ പണി തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കൊണ്ടാണ് നമ്മൾ തലേന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മൾ നേരെ ഇതിനകത്തൊരു കോമൺ ബാത്റൂമുണ്ട്. കോമൺ ബാത്റൂമിനകത്ത് നമ്മൾ വൈറ്റ് ഡിസൈനുള്ളൊരു ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിംഗിൾ പീസിൻ്റെ ഒരു ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റ്, ഷവർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ഇനി നമ്മളൊരു ചെറിയൊരു സ്റ്റെയർ റൂമാണ്. ഇവിടെ നമുക്ക് ഡൈനിങ്ങിനുള്ള സ്പേസ് അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അന്നേരം നമുക്ക് ഇൻവെർട്ടറിൻ്റെ പോയിന്റ് അതുപോലെ തന്നെ വാഷ് കൗണ്ടർ എല്ലാം നമ്മളിവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വാഷ് കൗണ്ടറിൻ്റെ ഗ്ലാസ് നമ്മൾ ടച്ച് ടൈപ്പാണ്. 3 കളറോളം ഇത് വരുന്നുണ്ട്. ഇത് കസ്റ്റമർ സെലക്ഷനാണ്, അവർ സെലക്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ നേരെ വരുന്നത് ഇവിടെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് ഇവിടെ ആയിട്ടാണ്. ഇവിടെ ഒരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ അവർ പിന്നീട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മതി, നമ്മുടെ വാഷ് കൗണ്ടറിൻ്റെ അപ്പുറത്ത് തന്നെ 2 പർഗോളെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ വെട്ടത്തിന് വേണ്ടി. പിന്നെ നമ്മൾ നേരെ കിച്ചണകത്ത് വരുമ്പോഴത്തേക്ക് തന്നെ കിച്ചണകത്ത് നമ്മൾ 2 വാലയുടെ ഒരു കഥമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അവർക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്ഥലമൊക്കെ കുറച്ച് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തൊരു മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2x2 ആണ്. ബാക്കിയെല്ലാം 4x2 ഒറ്റ കളർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് കിച്ചൺ കബോർഡാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഡാർക്ക് വയലറ്റ്. അത് ഇവിടുത്തെ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഈ കളർ വേണമെന്ന് പറഞ്ഞ് എടുപ്പിച്ചാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് ഇവിടെ ആണെങ്കിൽ നല്ല അത്യാവശ്യം റേറ്റുള്ള ഒരു ടാപ്പാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സിങ്കും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പെല്ലാം മാറ്റ് ഫിനിഷിൻ്റെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റെയർ നമ്മൾ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടുത്തെ ചേട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അപ്പുറത്തുള്ളത് തന്നെയാണ്. പിന്നെ നമ്മളിവിടെ 3 പർഗോള കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്ലൂ ഷെയ്ഡ് ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ പോയിന്റ് അവർക്ക് വേണം. അതുപോലെ തന്നെ ഇവിടോട്ട് വെട്ടം കിട്ടാനായിട്ട് ഒരു ഗ്ലാസിൻ്റെ പർഗോള വേണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്.
അതിലോട്ട് ചെറിയൊരു നമ്മുടെ സ്റ്റെയർ റൂമിൽ വന്നിട്ട് ചെറിയൊരു പാസേജ് വഴി ബെഡ്റൂമിലോട്ട് ഡയറക്റ്റ് വരുവാണ്. അത് ഈ ബെഡ്റൂമിൻ്റെ സൈസ് താഴത്തെ സെയിം ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം, ആകെ 2 ബെഡ്റൂമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തും ഒരു വാഷ് ബേസിന്, അതുപോലെ തന്നെ ക്ലോസറ്റ്, ഷവർ, താഴെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടൈല് അത്യാവശ്യം വ്യത്യസ്തമായി 2 രീതിയിലുള്ള ടൈലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വെന്റിലേഷനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് ഫാൻ്റെ പോയിന്റ് 2 ബാത്റൂമിലും അതുപോലെ തന്നെ കിച്ചണകത്തും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയാണ് യൂട്ടോ ഹോം സൊല്യൂഷൻസിൻ്റെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ. യൂട്ടോ ഹോം സൊല്യൂഷൻസിൻ്റെ സ്വന്തം നാട്ടിലെ വിജിച്ചേട്ടനും ഫാമിലിക്കും നിർമ്മിച്ച അതിമനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്ടോ ഹോം സൊല്യൂഷൻസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അന്നേരം യൂട്ടോ ഹോം സൊല്യൂഷൻസിനെ ഇതുവരെ സ്നേഹിച്ച പോലെ ഇനി ഇതിനേക്കാളും കൂടുതൽ സ്നേഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നിടം വരെ ഉല്ലാസ് യൂടെക്.